പൃഥ്വിരാജ് നായകനായ ബ്ലെസ്സിയുടെ ആടുജീവിതം എന്ന് പറയുന്ന സിനിമ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആ സിനിമയ്ക്ക് പിന്നിലുള്ള കഷ്ടപ്പാടുകളും മരുഭൂമിയിൽ അത് ഷൂട്ട് ചെയ്ത കഥകളും ഒക്കെ നമ്മൾ പലതരത്തിൽ കാണുന്നുണ്ട്. അപ്പോൾ ആടുജീവിതം എന്ന് പറയുന്ന സിനിമയുടെ സിനിമാറ്റോഗ്രാഫറായിട്ടുള്ള സുനിലിൻ്റെ ഒരു ഇൻ്റർവ്യൂ കാണുന്ന സമയത്താണ് മണൽക്കാറ്റിനിടയിൽ ചില വിഷ്വലുകൾ എടുക്കുന്ന സമയത്തുണ്ടായ ബുദ്ധിമുട്ടിനെ കുറിച്ച് പറയുന്നതായിട്ട് കേട്ടത്. ചില സമയങ്ങളിൽ മണൽക്കാറ്റിനിടയ്ക്ക് വീഡിയോ എടുക്കുന്ന സമയത്ത് മണലിലൂടെ ഇലക്ട്രിസിറ്റി ശരീരത്തിലേക്ക് പ്രവേശിക്കുകയും ആളുകൾക്ക് പരസ്പരം സ്പർശിക്കാനും ക്യാമറ ഉപകരണങ്ങളിൽ തൊടാനോ കാറിൽ പോലും കയറാൻ കഴിയാത്ത തരത്തിൽ ഷോക്ക് അടിക്കാൻ സാധ്യതയുള്ള സന്ദർഭങ്ങൾ യഥാർത്ഥ ഷൂട്ടിങ്ങിനിടയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മഴമേഘങ്ങൾക്കിടയിൽ ചാർജ് വരുന്നതും അവ ഇടിമിന്നലായി പ്രത്യക്ഷപ്പെടുന്നതും ഒക്കെ നമ്മൾ വായിക്കുകയും കാണുകയും കേൾക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നാൽ മരുഭൂമിയിലെ മണൽക്കാറ്റുകൾക്കും വളരെയധികം ചാർജ് സ്വരൂപിക്കാനും ഇടിമിന്നൽ വരെ ഉണ്ടാക്കാനുമുള്ള ഒരു കാരണമായി മാറാൻ കഴിയും. ഏറ്റവും ശക്തമായ മണൽക്കാറ്റുകൾ ഉണ്ടാകുന്നത് ചൊവ്വയുടെ ഉപരിതലത്തിലാണ്. അപ്പോൾ ചൊവ്വയുടെ ഉപരിതലത്തിൽ മണൽക്കാറ്റുണ്ടാകുമ്പോൾ നമ്മൾ അവിടെ ചെന്ന് കോളനി സ്ഥാപിച്ചാൽ അതും ഒരു വലിയ വെല്ലുവിളി തന്നെയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഭൂമിയിൽ മരുഭൂമിയുള്ള ഏകദേശം എല്ലാ പ്രദേശത്തും കാറ്റടിക്കുമ്പോൾ പൊടിയും കൂടെ കൊണ്ടുവന്ന് പൊടിക്കാറ്റുകളായി മാറാറുണ്ട്. ജോർദാൻ എന്ന് പറയുന്ന രാജ്യത്തുള്ള വാഡി റം, ഈ പ്രദേശത്തെക്കുറിച്ച് നിങ്ങൾ കുറച്ച് പേരെങ്കിലും കേട്ടിരിക്കും. എന്നാൽ ഇനി നിങ്ങൾ മറക്കാനും സാധ്യതയില്ല. കാരണം യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച ഈ ഒരു പ്രത്യേക സ്ഥലത്താണ് ആടുജീവിതം എന്ന് പറയുന്ന സിനിമ ഷൂട്ട് ചെയ്തത്. ആടുജീവിതം ഷൂട്ട് ചെയ്യുന്ന അതേ സമയത്താണ് ലോക പ്രശസ്ത ഹോളിവുഡ് സിനിമയായിട്ടുള്ള ഡ്യൂണിൻ്റെ 2ാം ഭാഗവും ഷൂട്ട് ചെയ്തതെന്നും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പൃഥ്വിരാജ് ചില ഇൻ്റർവ്യൂസിൽ പറയുന്നുണ്ട്. തെക്കൻ ജോർദാനിൻ്റെ ഭാഗമായ സൗദി അറേബ്യയുമായിട്ട് അതിർത്തി പങ്കിടുന്ന വാഡി റം ഏകദേശം 74,000 ഏക്കർ സ്ഥലത്തായിട്ട് നീണ്ടു പരന്നു കിടക്കുന്ന ഒരു മരുഭൂമിയാണ്. അറേബ്യൻ ഭൂപ്രദേശം ഉൾക്കൊള്ളുന്ന ഏകദേശം 12,000 വർഷത്തെ മനുഷ്യ ജീവിതത്തിൻ്റെ ചരിത്രം പറയാൻ കഴിയുന്ന രീതിയിലുള്ള തെളിവുകൾ നമുക്ക് വാഡി റമ്മിൽ കാണാൻ പറ്റും. 25,000-ഓളം പല പാറകളിലായിട്ട് കൊത്തിയുണ്ടാക്കിയ രൂപങ്ങളും 20,000-ഓളം മനുഷ്യ ലിഖിതങ്ങളും നമുക്കിപ്പോഴും അവിടെ ചെന്നാൽ കാണാം. അതുകൊണ്ട് തന്നെയാണ് യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ അതിന് സ്ഥാനമുള്ളത്. ആടുജീവിതത്തിൻ്റെ ഷൂട്ടിങ്ങിനിടയ്ക്കുണ്ടായ ആ ഒരു സംഭവം, അതായത് മണൽക്കാറ്റിനിടയ്ക്ക് ഷോക്ക് അടിക്കുന്ന സംഭവത്തെക്കുറിച്ച് നമുക്ക് ശാസ്ത്രീയമായി ഒന്ന് വിശകലനം ചെയ്യാം. വാഡി റം പ്രദേശത്ത് കാറ്റുകൾ ഉണ്ടാകും എന്ന് നമുക്ക് ഏകദേശം ഉറപ്പായി. മണലും പൊടിയും നിറഞ്ഞ ഒരു ഉപരിതലത്തിൽ കാറ്റ് വീശുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഭാരം കുറഞ്ഞ പൊടി അപ്പോൾ തന്നെ പറന്നു പോകുന്നു എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെയല്ല. ഭാരം കുറഞ്ഞ പൊടികളും ഭാരം കൂടിയ പൊടികളും എല്ലാം തന്നെ തറയിൽ അറ്റാച്ച്ഡായിട്ടാണ് കിടക്കുന്നത്. കാറ്റ് ക്രമേണ ശക്തമായി മാറുമ്പോൾ വലിയ പൊടികളിൽ നിന്നും വിട്ടുമാറിയിട്ടാണ് ചെറിയ പൊടികൾ പറന്നു തുടങ്ങുന്നത്. അങ്ങനെ വിട്ടുമാറുന്ന സമയത്ത് അവിടെ ചാർജിന് വ്യത്യാസമുണ്ടാകും. അതായത് ഈ വലിയ ചാർജിൽ നിന്നും ഇലക്ട്രോണുകൾ ചെറിയ ചാർജിലേക്ക് ചാടും. കാർപ്പറ്റ് വലിച്ചിടുമ്പോഴും ചില കമ്പിളിപ്പൊതുപ്പുകൾ പുതയ്ക്കുമ്പോഴും പണ്ട് സ്കെയില് തലയിൽ ഉരച്ചതിന് ശേഷം നമ്മൾ പേപ്പർ പീസുകൾ പൊക്കിയെടുക്കുമ്പോഴും ഒക്കെ തന്നെ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റിയെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. പല സന്ദർഭങ്ങളിലും ചിലർക്ക് സ്പാർക്ക് വരെ അടിച്ചിട്ടുണ്ട്. അതായത് വാതിലിൻ്റെ ഡോറ് പിടിക്കുമ്പോഴോ കാറിൻ്റെ പിടിയിൽ പിടിക്കുമ്പോഴോ ഒക്കെ തന്നെ ചിലപ്പോൾ നമ്മുടെ ശരീരത്തിൽ ചെറിയ ഷോക്ക് പോലെ അനുഭവപ്പെട്ട ആളുകളുണ്ട്. അപ്പോൾ അതിനും ഇതിനും എല്ലാം കാരണം ഒന്ന് തന്നെയാണ്, അതായത് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി. ഒരു വസ്തു സാധാരണ രീതിയിൽ ഇരിക്കുമ്പോൾ അതിന് ചാർജ് ഒന്നുമില്ല. എന്നാൽ അത് ഉരസുകയോ, അതായത് ഫ്രിക്ഷൻ ഉണ്ടാവുകയോ മറ്റേതെങ്കിലും പ്രതിഭാസം വഴി അല്പം ഊർജ്ജം കിട്ടുകയോ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ വസ്തുക്കളിൽ, മിക്കവാറുമുള്ള വസ്തുക്കളിലെ ആറ്റങ്ങളിലും ഇലക്ട്രോണുകൾ ഊർജ്ജം സ്വീകരിച്ച് ചാടിപ്പോയി കളയും. കമ്പിളിയിലും പ്ലാസ്റ്റിക്കിലും മണലിലുമൊക്കെ ഇത്തരത്തിൽ കുഞ്ഞന്മാരായിട്ടുള്ള ആറ്റങ്ങളിൽ നിന്നും ഇലക്ട്രോണുകൾ ഊർജ്ജം സ്വീകരിച്ച് കുതിച്ച് ചാടുന്ന ഒരു പ്രവണത കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ വളരെ വലിയ മണൽത്തരികളുമായിട്ട് ചേർന്ന് കിടക്കുന്ന കുഞ്ഞൻ മണൽത്തരികൾ കാറ്റിൻ്റെ സാന്നിധ്യത്തിൽ കുതിച്ചു ചാടുമ്പോൾ വലിയ മണൽത്തരികളിലുള്ള ഇലക്ട്രോണുകൾക്ക് ഊർജ്ജം കിട്ടുകയും അവ ഇലക്ട്രോണുകൾ നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് വരികയും ചെയ്യും. ഈ ഇലക്ട്രോണുകളെ തട്ടിയെടുത്തുകൊണ്ടാണ് കുഞ്ഞന്മാരായിട്ടുള്ള മണൽത്തരികൾ കാറ്റിനോടൊപ്പം പറക്കുന്നത്. ഈ ഒരു പ്രക്രിയയെ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ പൊതുവെ വിളിക്കുന്ന പേരാണ് സാൾട്ടേഷൻ. അങ്ങനെ പറന്നു പോകുന്ന ഇലക്ട്രോൺ വഹിക്കുന്ന പൊടിക്കാറ്റിലെ പൊടികൾക്കെല്ലാം ഏകദേശം ഒരേ സൈസ് ആയിരിക്കും. പറക്കുന്ന സമയത്ത് പൊടികൾ പരസ്പരം കൂട്ടിമുട്ടുകയും അവയ്ക്ക് പോളറൈസേഷൻ എന്ന് പറയുന്നൊരു പ്രതിഭാസം ഉണ്ടാവുകയും ചെയ്യും. ഒരു പ്രത്യേക തരത്തിൽ അവയെല്ലാം തന്നെ പുനഃക്രമീകരിച്ചുകൊണ്ട് ഇവയുടെ ചാർജുകൾ പിന്നീട് ഇരട്ടിയാവുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇലക്ട്രോണുകളില്ലാത്ത അല്ലെങ്കിൽ പോസിറ്റീവ് ചാർജുള്ള വലിയ മണൽത്തരികൾ തറയിൽ കിടക്കുകയും നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകൾ അടങ്ങിയ മണൽത്തരികൾ കാറ്റിലൂടെ പറക്കുകയും ചെയ്യുന്നത് സങ്കല്പിക്കുക. ഇങ്ങനെ ചാർജുകൾക്ക് വ്യത്യാസം വരുമ്പോൾ അതിനിടയിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ്, ഒരു ഇലക്ട്രിക് മണ്ഡലം രൂപപ്പെടും. ഉദാഹരണത്തിന് ഇടിമിന്നൽ അടിക്കാൻ സാധ്യതയുള്ള ഒരു സ്ഥലത്ത് നിങ്ങൾ നിൽക്കുമ്പോൾ നിങ്ങളുടെ തലമുടി ഉയർന്നു പൊങ്ങാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അപ്പോൾ തന്നെ അവിടെ നിന്ന് രക്ഷപ്പെടുകയോ ഉയരം കുറഞ്ഞ സ്ഥലത്തേക്കോ പോകണം എന്ന് പറയാറുണ്ട്. കാരണം ഭൂമിയിൽ നിന്നുള്ള ചാർജ് നമ്മുടെ ശരീരത്തിലേക്കും മേഘങ്ങൾക്കിടയിൽ രൂപപ്പെട്ട ഈ ഉരസിയൊക്കെ രൂപപ്പെട്ട സ്റ്റാറ്റിക് ചാർജ് ഭൂമിയിലേക്കും തിരിച്ചു വരാനൊരു ശ്രമം നടത്താറുണ്ട്. അങ്ങനെ നടത്തുമ്പോൾ ഏറ്റവും ഉയരം കൂടിയ ഏതെങ്കിലും വസ്തുവിലായിരിക്കും മേഘങ്ങളിൽ നിന്നുള്ള ചാർജ് ഡിസ്ചാർജ് ആവുക.
നമ്മളാണ് അവിടെ നിൽക്കുന്നതെങ്കിൽ നമ്മുടെ ശരീരത്തിലൂടെ അത് കണ്ടക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ മുടിയും ചാർജ് അട്രാക്റ്റ് ചെയ്യുന്നതുകൊണ്ട്, മേഘങ്ങൾ ചാർജ് അട്രാക്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഉയർന്നു നിൽക്കുകയും അത് കഴിഞ്ഞ് കുറച്ച് സമയത്തിനകം നമുക്ക് ഇടിമിന്നൽ അടിക്കാനുമുള്ള സാധ്യതയുണ്ട്. അപ്പോൾ വിപരീത ചാർജുകളാണ് ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കുന്നതും നമ്മുടെ തലമുടി ഉയർത്തി നിൽക്കുകയും ചെയ്യുന്നത്. തറയിൽ പോസിറ്റീവ് ചാർജുള്ള പൊടികൾ വൻതോതിൽ നെഗറ്റീവ് ചാർജിനെ ആകർഷിക്കുന്നത് കൊണ്ട് തന്നെ ഇത്തരത്തിൽ ചാർജ് ഉള്ള രീതിയിൽ പൊടിക്കാറ്റുണ്ടാകുന്ന സ്ഥലങ്ങളിൽ മണൽത്തരികൾ അല്ലെങ്കിൽ മണൽപ്പൊടികൾ ഒരുപാട് ഉയരത്തിലേക്ക് പോകാറില്ല. കാരണം പറക്കുന്ന കാറ്റിലും താഴെയും ഓപ്പോസിറ്റ് ചാർജുകളായതുകൊണ്ട് അവർ തമ്മിലൊരു ഇലക്ട്രിക് ഫീൽഡ് രൂപീകരിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഈ അടുത്ത് റെഡിറ്റിൽ കണ്ട ഒരു വീഡിയോ ഉണ്ട്. അത് തപ്പിപ്പോയപ്പോൾ ഫേസ്ബുക്കിൽ ചെന്ന് കുറച്ചുകൂടെ വേറൊരു പെർസ്പെക്റ്റീവിലുള്ള വീഡിയോ ആണ് കണ്ടത്. അതായത് ചൈനയിലെ ഒരു മരുഭൂമിയിൽ കുറേ മണൽക്കൂനകളുള്ള സ്ഥലത്ത് കുറച്ച് ടൂറിസ്റ്റുകൾ കാറും കൊണ്ട് ചെന്നിട്ട് അവിടെ നിന്ന് ഫോട്ടോ എടുക്കുമ്പോൾ അവരുടെ വീഡിയോയിൽ അതിൽ നീളം കൂടിയ മുടിയുള്ള ആളുകളുടെ എല്ലാം മുടി ഉയർന്നു നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതിൽ തന്നെ ഒരു കുട്ടിയുടെ കയ്യിൽ ഒരു പ്ലാസ്റ്റിക് പാത്രം പോലുള്ള ഒരു സാധനമുണ്ട്. അത് മണൽത്തരിയുടെ മുകളിലൂടെ എളുപ്പത്തിൽ ഫ്ലോട്ട് ചെയ്യുന്നതുകൊണ്ട് ആ വീഡിയോയുടെ കമൻറ്റ് ബോക്സ് മുഴുവൻ അവർക്ക് ഇടിമിന്നൽ ഏൽക്കാൻ പോകുന്നു എന്ന തരത്തിലുള്ള കമൻറ്റുകളായിരുന്നു. എന്നാൽ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നവരുണ്ട്. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടോ? ഈ സാൻഡ്സ്റ്റോം അടിക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് ചാർജ് ആകുന്നതെന്ന് നോക്കാം. ആടുജീവിതം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പൊടിക്കാറ്റ് യഥാർത്ഥത്തിൽ അടിക്കുന്ന സമയത്താണ് ക്യാമറയും മറ്റ് എക്യുപ്മെൻസുമായിട്ട് ഇവർ അഭിനേതാക്കളുടെ അടുത്തേക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ VFX ആണെങ്കിലും യഥാർത്ഥ മണൽക്കാറ്റടിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഇത്തരം ചാർജുള്ള പൊടികൾ വന്നിരിക്കുകയും അവയുടെ ഇലക്ട്രോണുകൾ നമുക്ക് ചാർജ് തരികയും ചെയ്യും. പിന്നെ നമ്മൾ എന്തിൽ ടച്ച് ചെയ്താലും, മറ്റൊരാളെ ടച്ച് ചെയ്താലോ, നമ്മൾ ക്യാമറയിൽ മറ്റ് മെറ്റൽസിൽ പിടിച്ചാലോ, കാറിൻ്റെ പിടിയിൽ ചെന്ന് പിടിച്ചാലോ ഒക്കെ തന്നെ അവിടെ ഡിസ്ചാർജ് ഉണ്ടാവുകയും ഷോക്ക് ഉണ്ടാവുകയും ചെയ്യും. മാത്രമല്ല ചിലർക്ക് മുടി ഉയർന്നു പൊങ്ങാൻ സാധ്യതയുണ്ട്. ഇനി ഫ്ലെയിമബിൾ ആയിട്ടുള്ള തീ പിടിക്കാൻ സാധ്യതയുള്ള വസ്തുക്കളുണ്ടെങ്കിൽ ഈ സ്പാർക്ക് തീ ഉണ്ടാക്കാം. അത് മാത്രമല്ല ഷോർട്ട് സർക്യൂട്ട് വരാൻ സാധ്യതയുള്ള ചെറിയ ചെറിയ സർക്യൂട്ടുകൾ അടങ്ങിയ ഉപകരണങ്ങൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഈ ഒരു സ്പാർക്ക് അല്ലെങ്കിൽ ഡിസ്ചാർജ് അവയ്ക്കകത്തും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്നുള്ളതാണ് കാര്യം. അപ്പോൾ നമ്മൾ അപകടം പതിയിരിപ്പുണ്ട് എന്നുള്ള വസ്തുത മനസ്സിലാക്കുക. ശാരീരികമായിട്ട് പൊടിക്കാറ്റ് നടക്കുന്ന സമയത്ത് ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങളും കണ്ണിന് ഇറിറ്റേഷനും ഉണ്ടാവുക എന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. അതിനുപരിയായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ മരുഭൂമിയിൽ സ്ഥാപിക്കുന്ന സോളാർ പാനലുകൾക്ക് പരമാവധി വൈദ്യുതി ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. കാരണം പൊടിക്കാറ്റുകൾ ഈ സോളാർ പാനലിൻ്റെ മുകളിലേക്ക് വന്ന് വീഴും. സത്യമാണ്, മരുഭൂമിയിൽ നമ്മൾ സോളാർ പാനൽ വെച്ചാൽ ഒരു കൃത്യമായ ഇടവേളകളിൽ അത് വൃത്തിയാക്കണം. ഇത്തരത്തിൽ സോളാർ പാനലുകൾ സ്ഥാപിക്കുന്ന മരുഭൂമിയിലെ പാനലുകളിൽ ഒരു വർഷം ഏകദേശം ആകെ ലോകത്ത് മൊത്തം 45 ബില്യൺ ലിറ്റർ വെള്ളമാണ് അത് വൃത്തിയാക്കാൻ വേണ്ടി ഒഴിച്ച് പാഴിക്കളയുന്നത് എന്നുള്ളതാണ് കണക്ക്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരിറ്റ് വെള്ളം പോലും ആളുകൾക്ക് കിട്ടാത്ത ആഫ്രിക്ക പോലെ ഒരുപാട് മരുഭൂമികളുള്ള പ്രദേശത്ത് കൊണ്ടുവന്ന് വൻകിട കമ്പനികൾ സോളാർ പാനൽ വയ്ക്കുകയും അതിന് തൊട്ടപ്പുറത്ത് കിടക്കുന്ന ആളുകൾക്ക് ഒരു തുള്ളി വെള്ളം കിട്ടാത്തപ്പോൾ കോടിക്കണക്കിന് ലിറ്റർ വെള്ളം ഈ സോളാർ പാനൽ കഴുകുന്നതിന് വേണ്ടി വേസ്റ്റാക്കുകയും ചെയ്യുന്നൊരവസ്ഥ അതൊരു റിയാലിറ്റിയാണ്. മസാച്യുസെറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ കൃപാ വാരണാസി എന്ന് പറയുന്ന ഗവേഷകരുടെ നേതൃത്വത്തിലുള്ള ഒരു ടീം 2022 ചില ഗവേഷണ പ്രബന്ധങ്ങൾ പുറത്തുവിട്ടിരുന്നു. അതായത് സോളാർ പാനലുകൾ ഇറ്റ്സെൽഫ് ചാർജുമായിട്ട് ബന്ധപ്പെട്ട് ഷോർട്ട് സർക്യൂട്ട് ബാധിക്കുന്ന ഒന്നല്ല, പക്ഷേ അവയുടെ മുകളിൽ വീഴുന്ന മണൽത്തരികളെ താനെ റിപ്പൽ ചെയ്ത് കളയുന്നതിന് വേണ്ടി അവയുടെ ഇത്തരത്തിലുള്ള സ്റ്റാറ്റിക് ചാർജുകളെ ഉപയോഗിച്ചുകൊണ്ടുള്ള ടെക്നോളജി ഉപയോഗിക്കാം എന്നവർ പറയുന്നുണ്ട്. അത്തരത്തിൽ ഈ പാഴാക്കി കളയുന്ന വെള്ളത്തെ സംരക്ഷിച്ച് നിർത്താനുള്ള പല പഠനങ്ങളും ഈ മേഖലയിൽ നടക്കുന്നുണ്ട്. ഇനി സൗരയൂഥത്തിലെ ഏറ്റവും ശക്തമായിട്ടുള്ള പൊടിക്കാറ്റടിക്കുന്ന ചൊവ്വയിലും ഈ ചാർജ് ഉണ്ടാകുന്ന പ്രതിഭാസം രൂപപ്പെടുന്നുണ്ടെന്നാണ് ഗവേഷകർ പറയുന്നത്. അതായത് പൊടിക്കാറ്റ് കഴിയുന്ന സമയത്ത് ചൊവ്വയുടെ അന്തരീക്ഷത്തിൽ ക്ലോറിൻ്റെ സാന്നിധ്യം കാണുക, കാർബൺ ഡൈ ഓക്സൈഡ് സ്പ്ലിറ്റായി ഓക്സിജൻ്റെ സാന്നിധ്യം കൂടുക, അങ്ങനെ പലതും കാണുന്നുണ്ട്. ചില സയൻസ് ഫിക്ഷൻ സിനിമകളിൽ ചൊവ്വയിലടിക്കുന്ന പൊടിക്കാറ്റിനിടയ്ക്ക് ഇടിമിന്നൽ പോലെ സ്പാർക്കുകൾ വരുന്നതായിട്ട് കാണിക്കാറില്ലേ? അതിൻ്റെ ഒരു ശാസ്ത്രീയ വശം ഇതാണ്. ഇനിയിപ്പോൾ നിങ്ങൾ മരുഭൂമിയിലോ മറ്റോ കാണാൻ ടൂർ പോവുകയാണ്, അല്ലെങ്കിൽ അങ്ങനെ മരുഭൂമിയുമായിട്ട് എൻകൗണ്ടർ ചെയ്യുന്ന സമയങ്ങളുണ്ട് എങ്കിൽ ഒരു പൊടിക്കാറ്റ് വന്നു കഴിഞ്ഞാൽ മൂക്കും പൊത്തി കണ്ണും കെട്ടി നടക്കുക എന്നതിനോടൊപ്പം തന്നെ ഷോക്ക് അടിക്കുന്നത് പോലെയുള്ള സാഹചര്യങ്ങളും ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് തിരിച്ചറിയുക. അത് തന്നെയാണ് ഏറ്റവും വലിയ ഒരു തിരിച്ചറിവ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നത് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരെ ബൈ.